ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. ഇന്നും ചെറിയൊരു സംശയമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ചെറിയൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ലൈഫിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന ഒരു പ്രശ്നത്തെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ HSST പോലുള്ളൊക്കെ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സാണ്. അപ്പം ഇത്രയും കാലം കാത്തിരുന്ന് നടക്കുന്ന എക്സാമാണ്. ആ സമയത്ത് നമ്മളൊക്കെ കുട്ടികൾ കാണും, അല്ലെങ്കിൽ നമുക്ക് കുടുംബം കാണും, ഫാമിലി കാണും, ഹസ്ബൻഡ് ഉണ്ടാവും. അപ്പൊ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, നമ്മുടെ കാര്യങ്ങൾ നോക്കണം, നമുക്ക് ഓഫീസ് വർക്ക് ഉണ്ടാവാം, നമുക്ക് ജോലി ഉണ്ടാവാം. ഇതെല്ലാം ചെയ്ത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എങ്ങനെ പഠിക്കാൻ പറ്റും, എങ്ങനെ പഠിത്തം മുന്നോട്ട് പോകും? ഒരു സെന്ററിലും ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല, സമയമില്ല. ഇത് വലിയൊരു പ്രശ്നമാണ്. പലരുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന ഒരു കാര്യമാണിത്. അപ്പം ഇതിനൊരു ചെറിയ സൊല്യൂഷൻ തരണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഇന്ന് വന്നത് കേട്ടോ. അപ്പൊ സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറയാം, ഒരു ചെറിയൊരു സ്റ്റോറി. അപ്പം ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ. നല്ലൊരു അധ്യാപകൻ, നല്ലൊരു ടീച്ചർ, സ്റ്റുഡൻസിനെല്ലാം ഭയങ്കര ഇഷ്ടം, ടീച്ചേഴ്സിനെല്ലാം ഭയങ്കര ഇഷ്ടം. അപ്പം ഈ സാറ് നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും കേട്ടോ. സാറ് ഒരു ദിവസം രാവിലെ ക്ലാസ്സിൽ കയറി വന്നിട്ട് പെട്ടെന്ന് റാൻഡം ആയിട്ട് പറയാണ് സ്റ്റുഡൻസിനോട്, ഇന്ന് നിങ്ങൾക്കൊരു ടെസ്റ്റ് പേപ്പറാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച എല്ലാവരും നോക്കിയിട്ടും പഠിച്ചിട്ടും ഒക്കെ ആയിരിക്കുമല്ലോ വന്നത്. ശരിക്കും സാർ ആ ടെസ്റ്റിന്റെ കാര്യം സ്റ്റുഡൻസിനോട് ഇൻഫോം ചെയ്തിരുന്നില്ല. ഓക്കെ, അപ്പം പെട്ടെന്ന് സ്റ്റുഡൻസ് എല്ലാം എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഞാൻ പഠിച്ചിട്ടില്ല സാറേ, അയ്യോ സാറേ ഒന്ന് മാറ്റി വെക്കുവോ, ഇങ്ങനെയുള്ള കുറെ കമന്റ്സ് സ്റ്റുഡൻസും പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, ഇല്ല അതൊന്നും പറ്റില്ല, നിങ്ങൾ പെട്ടെന്ന് ബുക്കൊക്കെ മടക്കി ബാഗിലോട്ട് വെക്കുക, ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് സാറ് തിരിഞ്ഞ് സാറിന്റെ ബുക്കിന്റെ ഇടയിൽ നിന്ന് ഒരു ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് എടുത്തു. എന്നിട്ട് ആ ഓരോ പേപ്പേഴ്സും എല്ലാ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഈ പേപ്പർ കണ്ട സ്റ്റുഡൻസ് പെട്ടെന്ന് ഞെട്ടി. ആകെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എന്നാണ് ഇവർ കരുതിയത്. ആകെ ആ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ള ഷീറ്റ് പേപ്പറാണ്. നടുക്ക് ഒരു ചെറിയ ബ്ലാക്ക് സ്പോട്ട്, ഒരു പൊട്ട് പോലെ സ്പോട്ടും ഉണ്ട്. അന്നേരം എല്ലാവരും ഇങ്ങനെ അന്താളിച്ചിരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയല്ല പേപ്പർ, ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. വേറൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ആ പേപ്പറിൽ നിങ്ങൾ എന്താണോ കാണുന്നത് അതൊന്ന് നിങ്ങൾ കുറിച്ച് വെക്കും എന്ന് പറഞ്ഞു. അപ്പം സ്റ്റുഡൻസ് ആരും സംശയമൊന്നും ചോദിക്കാതെ തന്നെ അവർ കാണേണ്ട കാര്യം ആ പേപ്പറിൽ തന്നെ കുറിച്ച് വെച്ചു. ആ പേപ്പറിൽ എന്താണ് അവർ കാണുന്നത് എന്നുള്ള കാര്യം അവർ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചു. അങ്ങനെ സാറ് എല്ലാവരും എഴുതി കഴിഞ്ഞു. സാറ് പേപ്പർ കളക്ട് ചെയ്തു. സാർ ഇത് വായിക്കാൻ തുടങ്ങിയപ്പം എല്ലാ സ്റ്റുഡൻസും, ഒരാളല്ല എല്ലാ സ്റ്റുഡൻസും എഴുതിയത് എന്തിനെ പറ്റി ആയിരിക്കും? ആ പേപ്പറിൽ കാണുന്ന ആ റൗണ്ട് സർക്കിൾ, അതിന്റെ ഷേപ്പ്, അതിന്റെ കളറ്, എത്ര വലിപ്പമുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി മാത്രമാണ് എല്ലാവരും എഴുതിയത്. ആ ബ്ലാക്ക് സ്പോട്ടിനെ പറ്റി മാത്രമാണ് എല്ലാവരും എഴുതിയത്. പക്ഷെ ആ ബ്ലാക്ക് സ്പോട്ട് എവിടെ ഇരിക്കുന്ന? ഒരു വൈറ്റ് ഷീറ്റ് പേപ്പറിലാണല്ലേ. അപ്പൊ ആ പേപ്പറിനെ കുറിച്ച് ആരും തന്നെ പരാമർശിച്ചില്ല. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നവും. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട്, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ എപ്പോഴും പ്രൊജക്ട് ചെയ്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്നത്. പകരം നമ്മുടെ ലൈഫിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം, എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കാനിരിക്കുന്നുണ്ടാവും, നമ്മൾ ആരും അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ. സോ ഈ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നമുക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാം, പല പല ഇഷ്യൂസ് പല രീതിയിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം. കുട്ടികളുണ്ടാവാം, നിങ്ങൾക്ക് ഹസ്ബൻഡ് ഉണ്ടാവാം, ജോലി ഉണ്ടാവാം. അപ്പം ഇതെല്ലാം നമ്മുടെ ലൈഫിലെ പാർട്ടാണ്, നമ്മുടെ ലൈഫിന്റെ പാർട്ടാണ്. അതൊന്നും എടുത്ത് കളയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുന്നത് സന്തോഷത്തോടെ ചെയ്യുക, വേറെ വഴിയില്ല. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നല്ല സന്തോഷത്തോടു കൂടി നന്മയോടുകൂടി ചെയ്യുക. അതിനൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഇതിനുള്ള സമയം കണ്ടെത്തേണ്ടത് നമ്മളാണ്, നമ്മുടെ വിൽ പവറാണ്. ഈ പറയുന്ന കറുത്ത കുത്ത് കണ്ട ആ സമയത്ത് നമ്മൾ കാണാതെ പോയ ആ വെള്ള പേപ്പറിനെ കാണാൻ ശ്രമിക്കുക. അന്നേരം നമ്മുടെ ലൈഫിലെ പല പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. നമ്മുടെ സമയം ഉണ്ടാക്കുന്നത്, നമ്മുടെ സമയം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അതിൽ ആർക്കും ഒരു റോളും ഇല്ല. ഒരിക്കലും നമ്മൾ ഒരു ടൈം കണ്ടെത്തി പഠിക്കാനിരിക്കുന്ന ടൈമിൽ, ഇപ്പൊ രാത്രി ആയിക്കോട്ടെ, ഒരു 8 മണി കഴിഞ്ഞ്, ഒരു 9 മണി കഴിഞ്ഞ് കുട്ടി ശല്യം ചെയ്യാൻ വരുന്നു എന്ന് പറയാൻ പറ്റുമോ? 10 മണി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ശല്യം ചെയ്യാൻ വരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഹസ്ബൻഡിനെ നോക്കണമെന്ന് പറയാൻ പറ്റുമോ? ഓഫീസ് വർക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ടൈം, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫോൺ ഉണ്ട് എല്ലാവരുടെയും കയ്യിൽ, ജസ്റ്റ് ഒന്ന് കേൾക്കാം. എന്തെങ്കിലും ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോണ്ടിരിക്കാം, പ്രശ്നമില്ല. ബസ്സിൽ ട്രാവൽ ചെയ്യുന്നവരുണ്ടാവാം, ജസ്റ്റ് ഒന്ന് കേൾക്കാം, പ്രശ്നമില്ല. രാത്രി ഇരിക്കുന്ന സമയത്ത് ഈ കേൾക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെച്ചേ. പകല് ക്ലാസ് ഇരുന്ന് കേൾക്കേ. എക്സാമിന്റെ സമയമാകുമ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്തേ. സമയം ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ മുന്നിൽ. പ്രശ്നം നമ്മുടെ കണ്ണാണ്, നമുക്കത് കാണാനുള്ള കണ്ണില്ല. അപ്പം നമ്മുടെ സമയം നമ്മളാണ് ഉണ്ടാക്കുന്നത്, നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി
പഠിച്ചു തുടങ്ങുക. ഇഷ്ടംപോലെ എക്സാംസ് ഇനിയും വരുന്നുണ്ട്. പോയ സമയങ്ങളെല്ലാം പോയി കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന സമയം പോകാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു.